നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. സ്തോത്രം. അവൻ ദൈവത്താൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. വർഷങ്ങൾക്ക് മുമ്പ് 2025 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറി ക്രൂശിൽ യേശു കർത്താവിൻ്റെ മരണത്തിലൂടെ, അടക്കത്തിലൂടെ, പുനരുത്ഥാനത്തിലൂടെ ആ സന്ദേശം കൈമാറുകയാണ്. ഇനി നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയ. അപ്പം അനുഗ്രഹം ഓൾറെഡി നമ്മളിൽ ഉണ്ട്, പക്ഷെ അത് നമ്മളിൽ വെളിപ്പെട്ട് വരുന്നില്ല. അതിന് പകരം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരുന്നത് കഷ്ടങ്ങളും ദുരിതങ്ങളും വേദനകളും പ്രയാസങ്ങളുമാണ്. ഹല്ലേലൂയ. അല്ലേ? നമ്മൾ പറയും ദൈവത്തെ അറിയുമ്പോൾ ഈ കഷ്ടപ്പാടൊക്കെ മാറി സന്തോഷമായ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരാ. ഹല്ലേലൂയ. സ്തോത്രം. രാമേൻ പറ. ഹല്ലേലൂയ. അങ്ങനെ കഷ്ടപ്പാടോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരുന്ന ദൈവത്തെ വിട്ടിറങ്ങി വരുമോ? നല്ല സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു വരുമോ? വരൂല. നമ്മൾ വരുന്നത് എന്താ? നമ്മൾ പോയ അവസ്ഥകളിൽ നിന്ന് ദൈവം നമ്മളെ വിടുവിച്ച് പുറത്തു കൊണ്ടുവന്നത് കൊണ്ടാണ് ഇന്ന് നമ്മളിവിടെ ആയിരിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ എന്തുകൊണ്ട് ദൈവം പറഞ്ഞ അനുഗ്രഹങ്ങളെ നമുക്ക് പ്രാപിക്കാൻ കഴിയുന്നില്ല? എന്തുകൊണ്ട് ദൈവത്തിന്റെ വാഗ്ദത്ത പ്രകാരം നമുക്കൊന്നും പ്രാപിക്കുവാൻ കഴിയാത്തതിന്റെ കാരണം, ഹല്ലേലൂയ, ഒന്നാമത്തെ കാരണമാണ് ഞാൻ ചില കാര്യങ്ങൾ ഇതിൽ പറയാം. ആമേൻ. നമ്മുടെ ജഡീക താല്പര്യങ്ങൾ നമ്മുടെ മേൽ നിൽക്കുന്നത് കൊണ്ടാണ് പ്രാപിക്കാൻ പറ്റാത്തത്. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് അനുഗ്രഹം പ്രാപിക്കാൻ പറ്റാത്തത്? നമ്മുടെ ജഡീക താല്പര്യങ്ങൾ ദൈവത്തിന്റെ അനുഗ്രഹത്തെക്കാൾ മുൻപിൽ നിൽക്കുന്നു. ഹല്ലേലൂയ. രാമേൻ പറ. എന്തുവാ ദൈവത്തിന്റെ അനുഗ്രഹം? ഒന്നാമത്തെ അനുഗ്രഹം എന്തുവാ? ആമേൻ. നീയും ഞാനും വാഗ്ദത്ത ദേശം പ്രാപിക്കണമെന്നാണ് ദൈവത്തിന്റെ അനുഗ്രഹം. ഹല്ലേലൂയ. രണ്ടാമത്തെ ദൈവത്തിന്റെ അനുഗ്രഹം, ആമേൻ, യേശു കർത്താവിനെ പോലെ തന്റെ സ്വരൂപത്തോട് അനുരൂപരായി മാറണം. ഹല്ലേലൂയ. അപ്പൊ യേശുവിനെ പോലെ ആകണം. യേശു ആയിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ എത്തിച്ചേരണം. യേശുവിനെ പോലെ നമ്മൾ ഇരിക്കണം. യേശുവിനെ പോലെ നടക്കണം. യേശുവിനെ പോലെ സംസാരിക്കണം. യേശുവിനെ പോലെ നിൽക്കണം. യേശു അനുഭവിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും നമ്മളും പ്രാപിക്കണമെന്നാണ് ദൈവത്തിന്റെ ഇഷ്ടം. ഹല്ലേലൂയ. അതുകൊണ്ട് ഏദനകത്ത് ദൈവം ചെയ്ത കാര്യം അതാണ്. സ്വർഗത്തിലെ ദൈവം തൻ്റെ ജ്ഞാനത്തിൽ ഒരു ഏദൻ ഉണ്ടാക്കി. ആ ഏദനകത്ത് മനുഷ്യനെ സൃഷ്ടിച്ചു. ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. എല്ലാവിധ നന്മകളും അനുഗ്രഹങ്ങളും കൊടുത്തു. ഒന്നിനും കുറവില്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ്. മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ മനുഷ്യന് ആവശ്യമുള്ളത് തോട്ടത്തിൽ ഉണ്ടാക്കി. ആമേൻ പറ. ഹല്ലേലൂയ. അതിന്റെ അർത്ഥം നീ നിന്റെ അമ്മയുടെ ഉദരത്തിൽ ജനിക്കുന്നതിന് മുമ്പേ, അല്ലെങ്കിൽ നീ എന്ന നിന്റെ പേര് ഈ ഭൂമിയിൽ വെളിപ്പെടുന്നതിന് മുമ്പേ നിനക്ക് വേണ്ടതെല്ലാം ദൈവം സെറ്റിലാക്കിയിട്ടാണ് സ്വർഗം ഇങ്ങോട്ട് നിന്നെ അയക്കുന്നത്. ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, സ്വർഗം നിന്നെ ഇവിടെ അയക്കുന്നത്, സ്വർഗം നിന്നെ അയക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ? അവന്റെ വാഗ്ദത്തം നിന്നിൽ വെളിപ്പെടുവാൻ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഒന്നുകൂടി എടുത്തു പറയാം. ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ജനിക്കുന്നതിന് മുമ്പേ, അല്ലെങ്കിൽ പിണ്ടാരമാകുന്നതിന് മുമ്പേ ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ അറിയുന്നു. അതിന്റെ അർത്ഥം, ഞാൻ ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് മുമ്പായി എൻ്റെ പേര് ജോമോൻ ആകണമെന്ന് ദൈവം മുന്നമേ നിയമിച്ചു. ഹല്ലേലൂയ. ആമേൻ. ഞാൻ പുറത്തു വന്നപ്പോൾ ദൈവം ആഗ്രഹിച്ചു ഇവനൊരു സുശേഷകനാകണം. ഹല്ലേലൂയ. ദൈവം ആഗ്രഹിച്ചു ഇവനൊരു വാഹനം കൊടുക്കണം. ദൈവം ആഗ്രഹിച്ചു ഇവനൊരു വീട് കൊടുക്കണം. ദൈവം ആഗ്രഹിച്ചു ഇവന് തലമുറകളെ കൊടുക്കണം. ദൈവം ആഗ്രഹിച്ചു സമ്പത്ത് ഉണ്ടാകണമെന്ന്. ദൈവം ആഗ്രഹിച്ചു മാന്യത ഉണ്ടാകണമെന്ന്. കാരണം മാന്യതയിൽ ജീവിക്കുന്നതാണ് എൻ്റെ ദൈവം. ഹല്ലേലൂയ. അപ്പൊ ആ ദൈവത്തെയാണ് നമ്മൾ വിളിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ എന്തുകൊണ്ട് നമുക്ക് കഴിയുന്നില്ലെന്ന് പറഞ്ഞാൽ, അതിനും അപ്പുറമാണ് നമ്മുടെ ജഡീക താല്പര്യങ്ങൾ. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ട് തന്നെ ജഡീക താല്പര്യം മുൻപന്തി നിൽക്കുന്നത് കൊണ്ട് വാഗ്ദത്തങ്ങൾ പുറകെ ആയി പോകുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. അതാ ഞാൻ നേരത്തെ പറയാം. എന്തുവാ വാഗ്ദത്തം പറഞ്ഞു? ദൈവത്തെ എന്താ പറഞ്ഞേ? നിങ്ങളിത് പറിച്ചു തിന്നാൽ ആരെ പോലെ ആകും? സത്യം പറഞ്ഞു ഇവിടെ പറഞ്ഞത് യേശു കർത്താവ് എന്ന് പറഞ്ഞേ, എന്നെ പോലെ നിങ്ങൾ എന്നെ പോലെ. നിങ്ങൾ മനസ്സിലായ? യേശു കർത്താവിന്റെ സ്വരൂപത്തോട് അനുരൂപരാകും. അതിന്റെ അർത്ഥം എന്തുവാ? യേശുവിനെ പോലെ ആകും. ഇത് തന്നെയല്ലേ പുള്ളി അവിടെയും പറഞ്ഞത്, അല്ലേ? പക്ഷെ കാരണം എന്തുവാ? ദൈവത്തെ കൂടാതെ ഇവർ ആഗ്രഹിച്ചു. അതാ വിഷയം.
ഹല്ലേലൂയ. നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ നല്ലതാ. പക്ഷെ അവിടെ ആര് വേണം? ദൈവം വേണം. ദൈവത്തെ കൂടാതെ നീ എന്ത് ആഗ്രഹിച്ചാലും അത് ദൈവത്തിന്റെ സന്നിധിയിൽ പാപമാണ്. ഹല്ലേലൂയ. എല്ലാത്തിനും ആര് വേണം? ദൈവം വേണം. ഹല്ലേലൂയ. എനിക്കൊരു ഭാവി വേണം, ദൈവം വേണം. എനിക്കൊരു വാഹനം വേണം, ദൈവം വേണം. എനിക്ക് ജോലി വേണം, ദൈവം വേണം. ഹല്ലേലൂയ. അതാ പുള്ളി ഉദ്ദേശിച്ചത്. പുള്ളി എന്ന് പറഞ്ഞു, ജോലി വേണം, പക്ഷേ ആരാധന മുടക്കിയുള്ള പരിപാടി വേണ്ട. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. കാരണം എനിക്കറിയാം, ഈ നമ്മുടെ സെക്രട്ടറിയിൽ ജോലി അച്ഛൻ ചെയ്യുന്ന സമയത്ത്, ആ ഓണ സമയത്ത് ഹല്ലേലൂയ, എന്താ കാര്യം? വേർവിടുക എന്ന് പറഞ്ഞാൽ അത് ഇത്തിരി പാടാ. പ്രൈസ് ദി ലോർഡ്. ഇനി നമ്മളെ കൊണ്ട് കഴിയാതെ ദൈവം സഹായിക്കും. ചിലപ്പോൾ നമുക്ക് പറ്റത്തില്ല അതിൽ നിന്ന് വേർവിട്ട് വരാൻ. പക്ഷെ ദൈവത്തോട് കൃപ ചോദിച്ചാൽ ദൈവം തരും. എനിക്കത് വേണ്ട ദൈവമേ, പക്ഷെ എന്നെ കൊണ്ട് കഴിയുന്നില്ല, നീ എനിക്ക് കൃപ തരണം. ഹല്ലേലൂയ. അത് ആഗ്രഹിക്കുമ്പോഴാണ് ദൈവം തരുന്നത്. സ്തോത്രം. അപ്പൊ ദൈവത്തെ പോലെ ആകും. ഓ ഹല്ലേലൂയ. ഇത് വല്ലപ്പോഴെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? എവിടെ? ഹല്ലേലൂയ. നമ്മൾ ആഗ്രഹിക്കുന്ന നാളെ എന്ത് കിട്ടും, അത് കിട്ടിയില്ലെങ്കിൽ കാര്യം പോക്ക്. എപ്പോഴും ദൈവം പറയണം, നിങ്ങൾ എന്നെ പോലെയാണ്. ഹല്ലേലൂയ. എന്നെ പോലെയാണ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എന്നെ പോലെയാണ് എന്ന് ദൈവം പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്തുവാ? ഞാൻ ദൈവത്തെ പോലെയാണ്. ദൈവം എന്താണോ ചെയ്യുന്നത് അത് ചെയ്യുവാൻ ദൈവം എനിക്ക് അധികാരം തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാൻ പറയുന്ന വാക്കുകൾക്ക് ശക്തിയുണ്ട്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം രാത്രി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കൂടുതൽ എൻ്റെ ആവശ്യങ്ങൾ ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കാറില്ല. ഒരിക്കലും ഞാൻ അങ്ങനെ അതിനുവേണ്ടി മെനക്കെടാറില്ല. ഞാൻ അതിന് പകരം കൂടുതൽ സമയം ഞാൻ ദൈവത്തിന് നന്ദി പറയും, മഹത്വം കൊടുക്കും. അപ്പൊ ഈ കൊടുക്കുന്ന സമയത്ത് ദൈവം എന്നോട് ചിന്തിപ്പിച്ചൊരു കാര്യമാണ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ദൈവം എന്നോട് പറഞ്ഞു, ആമേൻ, നീ നന്ദി പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്തുവാ? ഞാൻ പറയുന്ന വാക്ക് അതുപോലെ കേട്ട് ചെയ്യാൻ ദൂതന്മാർ നിൽക്കുക. സ്വർഗത്തിന് ആജ്ഞ പുറപ്പെടുവിക്കുക ആരാ വരുന്നേ? അതേ ദൂതൻ എന്റെ വാക്കും കേൾക്കുമെന്ന്. മനസ്സിലായില്ല? സ്വർഗത്തിൽ ആജ്ഞ പുറപ്പെടുവിക്കുമ്പോൾ ദൂതന്മാർ വരുന്നത് പോലെ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ട് ചെയ്യാനും ദൂതന്മാരെ നിർത്തിയിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്തുവാ? ഞാൻ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ, ഞാൻ ദൈവത്തിന്റെ പൈതലായി ജീവിക്കുമ്പോൾ എൻ്റെ വാക്ക് അനുസരിക്കുവാൻ ദൂതസേവകർ നമുക്കുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ അതുകൊണ്ട് ഞാൻ ദൈവത്തോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ദൂതനെ നോക്കി. ഒരു ദൂതനെ എൻ്റെ മുമ്പിൽ സങ്കല്പിച്ചിട്ട് പറഞ്ഞു, ആമേൻ. സ്തോത്രം. ഈ വരുന്ന ഞായറാഴ്ച പുതിയ ആൾക്കാരെ സഭയെ കൊണ്ടുവരണം കേട്ടോ ദൂത. ഇത്രയും മാത്രമേ പറഞ്ഞോളൂ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. എനിക്ക് നല്ല ബന്ധങ്ങൾ തരണം കേട്ടോ ദൂത. പുള്ളി കേട്ടു. ഇത് എങ്ങനെ സംഭവിക്കുന്നേ? ഞാൻ ദൈവത്തെ പോലെയാണെന്ന് ദൈവം എന്നെ കുറിച്ച് പറയുമ്പോൾ ഞാൻ അതിനെങ്ങനെ സ്വീകരിക്കുന്ന അനുസരിച്ചായിരിക്കും അത് വെളിപ്പെടുന്നത്. നാം ദൈവത്തെ പോലെ ആയിരുന്നിട്ട് ഇപ്പോഴും നമ്മൾ എന്തുവാ ചോദിക്കുന്നത്? തരണേ 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 എന്നാണ് അല്ലേ? നമുക്ക് ദൈവത്തിനെ അറിഞ്ഞുകൂടാത്തതുകൊണ്ട് നമ്മൾ പിന്നെ എന്ത് ചെയ്യും? ഒരു ലിസ്റ്റ് അങ്ങോട്ട് എഴുതും. ഏട്ട് ആവശ്യങ്ങൾ വെച്ച് അങ്ങ് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. അവസാനം അത് നടക്കാതെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ പേപ്പറിനെ മടക്കി അങ്ങ് വയ്ക്കും. പിന്നെ പറയും, നമ്മളൊരു വാക്ക് പറയുന്നതാ, ദൈവത്തിന്റെ സമയമാകുമ്പോ. ഹല്ലേലൂയ. ഇതാണല്ലോ ദൈവം നേരത്തെ പറഞ്ഞത്. ഹല്ലേലൂയ. എന്റെ സമയത്ത് ഞാൻ ചെയ്യും. നമുക്കെപ്പോഴും ഇത് ഓർമ്മ വരുന്നത്, ഒന്നും നടക്കാതെ പേപ്പർ മടക്കി വയ്ക്കും, പറയും ദൈവം ഞാൻ പോണു. ഹല്ലേലൂയ. പക്ഷെ ദൈവം നേരത്തെ പറയുകയാണെങ്കിൽ എന്റെ സമയം ഞാനത് ചെയ്യും.
ഹല്ലേലൂയ. അപ്പൊ ജഡീക അഭിലാഷങ്ങൾ നമുക്ക് മുമ്പിൽ നിൽക്കുന്നത് കൊണ്ട് ദൈവത്തെ അനുഭവിക്കാൻ പറ്റുന്നില്ല. വായിക്കാം 1 പത്രോസ് 4 അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. 1 പത്രോസ് 4 അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ വേഗത്തിൽ വായിക്കും. ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചത് കൊണ്ട്, അതുകൊണ്ട് ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചത് കൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ, നിങ്ങളും ആ മനോഭാവം തന്നെ വായിച്ച് ആയുധമായി ധരിപ്പിൻ. ആയുധമായി ധരിപ്പിൻ. ഹല്ലേലൂയ. ആ മനോഭാവം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? എന്തില് ധരിക്കണം? എവിടെ ധരിക്കണം? ജഡത്തിൽ. അവിടെ പറഞ്ഞ അങ്ങനെയല്ലേ? അതുകൊണ്ട് ക്രിസ്തു ജഡത്തിൽ കഷ്ടം. അപ്പൊ നമ്മുടെ ജഡത്തിൽ കഷ്ടത വരുന്നതിന്റെ കാരണം ഒന്ന് ഞാൻ താഴോട്ട് വായിക്കാം. വായിച്ചേ. ജഡത്തിൽ കഷ്ടം അനുഭവിച്ചവൻ ജഡത്തിൽ ശേഷിച്ചിരിക്കും കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല. സ്തോത്രം. ഒന്നുകൂടി വായിച്ചു പോലെ. കഷ്ടം അനുഭവിച്ചുകൊണ്ട് നിങ്ങളും ആ മനോഭാവം തന്നെ ആയുധമായി ധരിപ്പിൻ. അടുത്ത വാക്ക്. ജഡത്തിൽ കഷ്ടം അനുഭവിച്ചവൻ ജഡത്തിൽ ശേഷിച്ചിരിക്കും കാലം. ഒരു മിനിറ്റ്. നമ്മുടെ ആ ബൈബിളിനകത്ത് ഒരു സെന്റൻസ് ഇത് പോയിട്ടുണ്ട്. ഇംഗ്ലീഷിൽ അങ്ങനെ പറഞ്ഞത്. ആമേൻ. ആ മനോഭാവം തന്നെ ആയുധമായി ധരിപ്പിൻ. ജഡത്തിൽ കഷ്ടം അനുഭവിച്ചാൽ പാപം വിട്ടൊഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ജഡത്തിൽ കഷ്ടം വരുന്നതിന്റെ കാര്യം എന്തുവാ? പാപം. ഹല്ലേലൂയ. നമ്മൾ വസിക്കുന്ന അനുസരിച്ചാണ് ജഡത്തിൽ കഷ്ടം വരുന്നത്. ഹല്ലേലൂയ. അപ്പൊ പാപം വരുന്നത് എങ്ങനെയാ? മോഹം ധരിച്ച് എന്ത് ചെയ്യുന്നു? പാപത്തെ. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ജഡത്തിലുള്ള കഷ്ടതകൾ വരുന്നത്, ഇപ്പൊ നമ്മുടെ രോഗമാകുന്നതിന്റെ കാര്യം എന്താ? 100% രോഗത്തിന്റെ കാരണം നമ്മുടെ ജഡത്തിൽ കിടക്കുന്ന പാപമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പാപത്തെ നമ്മൾ എപ്പോൾ തിരസ്കരിക്കുമോ, പാപത്തെ നമ്മൾ വിട്ടൊഴിയുമോ, നമ്മുടെ രോഗങ്ങൾക്കൊരു മാറ്റം വരും. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. കർത്താവിന്റെ ഒരു താമസമാണെങ്കിൽ ദൈവം അനുവദിച്ചാൽ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് പഠിക്കാൻ കഴിയും അനുഗ്രഹവും ശാപവും. ഞാനത് തൊട്ടില്ല. അനുഗ്രഹവും ശാപവും ഉണ്ട്. അനുഗ്രഹവുമുണ്ട്, ശാപവുമുണ്ട്. ബൈബിളിൽ 2 വ്യവസ്ഥയുണ്ട്: അനുഗ്രഹവും ശാപവും. ഹല്ലേലൂയ. അനുഗ്രഹം വരുന്നത് ദൈവത്തിൽ നിന്നും, ശാപം വരുന്നത് അവൻ പാപത്തിൽ നിന്നും. ഹല്ലേലൂയ. അനുഗ്രഹം നിങ്ങളുടെ മേൽ, ദൈവത്തിന്റെ വചനപ്രകാരം നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാ. അനുഗ്രഹിക്കപ്പെടാൻ പ്രാർത്ഥിക്കണ്ട, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാ. പക്ഷെ എന്തോ കാര്യം? ഹല്ലേലൂയ. ആ പെട്ടവരാണെന്ന് പറഞ്ഞാൽ ആ അനുഗ്രഹത്തെ കൈക്കൊള്ളാൻ പറ്റാത്തതുള്ള ശാപങ്ങൾ നമ്മുടെ മേലുണ്ട്. ഹല്ലേലൂയ. അനുസരണക്കേടുകളുണ്ട്. ആമേൻ. സ്തോത്രം. ഇവിടെ എന്തുവാ പറഞ്ഞേ? എന്തിനാ ജഡത്തിൽ കഷ്ടം ക്രിസ്തു അനുഭവിച്ചേ? ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചെന്തിനാ? പറയൂ, എന്തിനാ? അയ്യോ, വായിച്ചു നോക്ക്. ജഡത്തിൽ ക്രിസ്തു കഷ്ടം അനുഭവിച്ചതിന്റെ കാര്യം എന്തുവാ? കാരണം ജഡത്തിൽ എന്തുവാ? പാപം. ആ പാപത്തെയാണ് കർത്താവ് എന്ത് ചെയ്ത് ജഡത്തിൽ സഹിച്ചത്. എന്തിനാ? ആ പാപത്തിൽ നാം ഇനിയും വീഴരുത് പോകരുത്. ഹല്ലേലൂയ. ആ പാപത്തിൽ നിങ്ങൾ ഇനി എന്ത് ചെയ്യരുത്? വീഴ്ന്നു പോകരുത്. വീഴാതിരിക്കാൻ. ഹല്ലേലൂയ. അഥവാ നമ്മൾ വീഴ്ന്നു പോയാൽ എന്തുണ്ട്? കൃപാസനമുണ്ട്. എന്ത് ചെയ്യാം? നമുക്ക് ഓടിച്ചെല്ലാം ദൈവത്തിന്റെ മുമ്പിൽ. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് കൃപാസനമുണ്ട്. നമ്മൾ വീഴ്ന്നുപോയി, കർത്താവേ ഞാൻ അകന്നുപോയി, ഞാൻ പാപത്തിൽ വീഴ്ന്നുപോയി, പക്ഷെ എനിക്ക് ഓടിച്ചെല്ലാൻ കൃപാസനമുണ്ട്. ഹല്ലേലൂയ. എപ്പോഴും എനിക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്ന ഒരു യേശു കർത്താവ് മധ്യസ്ഥനായി നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവന്റെ മുമ്പിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ അവൻ പിതാവിനോട് പറയും, ഇവനോട് ക്ഷമിക്കുക. ഹല്ലേലൂയ. ആമേൻ. അപ്പൊ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പല അനുഗ്രഹത്തിന്റെ തടസ്സങ്ങൾ നമ്മുടെ ജഡത്തിൽ വരുന്ന പാപം. ഹല്ലേലൂയ. കാരണം വചനം പറഞ്ഞു നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. വീണ്ടും ഞാൻ പറയാം, അബ്രഹാമിന്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ വന്നിരിക്കുന്നു. വരാന്നല്ല, വന്നിരിക്കുന്നു ഓൾറെഡി. സ്തോത്രം അല്ലേ? എന്ത് പറഞ്ഞേ?
ഗീവൻ, യെസ് ഗീവൻ, തന്നു, തന്നിരിക്കുന്നു. ഇനി തരാനായിട്ടൊന്നുമില്ല. ഹലോ, ആമേൻ, സ്തോത്രം. ദൈവത്തിന് ഇനി തരാനൊന്നുമില്ല, നമ്മളങ്ങ് പ്രാപിച്ചാൽ മതി. ആമേൻ. എല്ലാ അനുഗ്രഹങ്ങളും വിശേഷത കൂടെ നല്ല എന്തോ കുട്ടപ്പനായിട്ട് തന്നെ ഭൂമിയിലേക്ക് ദൈവം ഇറക്കിയത്. ആമേൻ പറ. ഹല്ലേലൂയ, സ്തോത്രം. എല്ലാം ദൈവം തന്ന നമ്മളെ ഇറക്കി. അവിടെ പറയുന്ന വാദിത, ജഡത്തിൽ ക്രിസ്തു കഷ്ടം അനുഭവിച്ച് പാപം വിട്ടൊഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഒരുവൻ അനുഭവിക്കുന്ന പ്രതികൂലങ്ങളും പ്രതിസന്ധിയുടെ മെയിൻ കാരണം എന്തുവാ? എന്തുവാ? പാപമാ. അല്ലെ, നമ്മൾ ഇന്നും പ്രാർത്ഥിച്ച ചില വിഷയങ്ങൾക്ക് മറുപടി വരാത്തതിന്റെ കാരണം എന്താ? പലരും നമുക്ക് പുറത്തു വരാൻ പറ്റാത്ത കാരണം എന്തുവാ? അപ്പൊ നമ്മൾ വിചാരിക്കും എന്തോ വലിയ പാവമൊന്നുമല്ല, ചെറിയ പാവമായാലും മതി, അതവിടെ കിടക്കും. ഹല്ലേലൂയ. ഏറ്റു പറയുന്നോട് സമയം വരെ അതവിടെ കിടക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾ ഏറ്റു പറയുമ്പോൾ കരുണ ലഭിക്കും. സ്തോത്രം. അപ്പൊ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന രോഗികളായിരിക്കുന്നവരാകട്ടെ അല്ലാത്തവരായിരിക്കട്ടെ, ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, നിങ്ങളൊരു സൗഖ്യം ആഗ്രഹിക്കുന്നു, നിങ്ങളൊരു വിടുതൽ ആഗ്രഹിക്കുന്നു, നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കണം. കർത്താവേ, എൻ്റെ അകത്ത് വെളിപ്പെടുന്ന ദൈവഹിതമില്ലാത്ത സകല പാപവും എന്നെ വിട്ടുമാറട്ടെ. ഹല്ലേലൂയ. യേശു കർത്താവിലൂടെ പാപം നമുക്ക് ക്ഷമയായി തന്നെങ്കിലും ഇന്നും പല സമയങ്ങളിൽ നമ്മൾ പാപത്തിൽ വീഴാറുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുന്നത്. ജഡത്തിൽ ശേഷിച്ച കാലം, ജഡത്തിൽ കഷ്ടം അനുഭവിച്ചവൻ ജഡത്തിൽ ശേഷിച്ചിരിക്കും കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല ദൈവത്തിന്റെ ഇഷ്ടത്തിന്. അപ്പൊ എന്തിനാ കഷ്ടത വരുന്നത്? ഇത് വായിച്ചപ്പോ എന്ത് തോന്നി? എന്തോ തോന്നി? ഒന്നുകൂടെ വായിക്കേ. ജഡത്തിൽ കഷ്ടം അനുഭവിച്ചവൻ ജഡത്തിൽ ശേഷിച്ചിരിക്കും കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല. അപ്പൊ കഷ്ടത വരുന്നത് എന്തുകൊണ്ടാണ്? മനുഷ്യരുടെ മോഹം. നമ്മുടെ മോഹം കൊണ്ടത്ര നമുക്ക് കഷ്ടത വരുന്നത്. മനസ്സിലായി? കാരണം ദൈവത്തിന്റെ വചനം പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിച്ചു. അതിന്റെ അർത്ഥം ഇനി അനുഗ്രഹിക്കാൻ ഒന്നുമില്ല. ഹലോ, യാക്കോബ് അല്ല ഇസഹാക്ക് യാക്കോബിനെ അനുഗ്രഹിച്ചു. മൂത്തോൻ വന്നപ്പോ പറഞ്ഞു, ഇനി എന്റെ കയ്യിലില്ല, എന്തില്ല? അനുഗ്രഹം ഇല്ല, ഇല്ല. കാരണം ഓൾറെഡി യാക്കോബ് എന്ത് ചെയ്തു? ഇസഹാക്ക് എന്ത് ചെയ്തു? യാക്കോബിനെ അനുഗ്രഹിച്ചു പോയി. അതിനർത്ഥം ദൈവം അനുഗ്രഹിച്ചു, പക്ഷേ അനുഗ്രഹത്തിൽ എത്താത്തതിന്റെ കാരണം എന്തുവാ? ആമേൻ. ഇവിടെ പറയുന്നു മോഹങ്ങൾ വിധം. അല്ലെ, നമ്മുടെ ഒരു ആഗ്രഹം നടന്നില്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന കുറയ്ക്കത്തില്ലേ? നമ്മുടെ ഒരു ആഗ്രഹം നമ്മുടെ ആരാധന കുറയ്ക്കത്തില്ലേ? നമ്മുടെ ഒരു ആഗ്രഹം വന്നാൽ നമ്മുടെ ഫാസ്റ്റിംഗ് നിർത്തൂലേ? നമ്മുടെ ഒരു ആഗ്രഹം വന്നാൽ ദൈവത്തോട് നമുക്ക് കൽപ്പുണ്ടാവില്ലേ? മനുഷ്യരോട് കൽപ്പുണ്ടാവില്ലേ? ഇത് തന്നെയാണ് ആമേൻ. കാരണം എന്തുവാ? എന്തുകൊണ്ടാണ് നമുക്ക് കയ്പും വിദ്വേഷവും ആമേൻ അങ്ങനെയുള്ള സ്വഭാവങ്ങൾ നമ്മുടെ അകത്ത് വരാൻ കാരണം? ഹല്ലേലൂയ. നമ്മുടെ മോഹത്തിനനുസരിച്ച് കാര്യങ്ങൾ വരാതിരിക്കുമ്പോൾ ആമേൻ, സ്തോത്രം, നാം അവിടെ എന്ത് ചെയ്യുന്നു? പാപത്തിൽ വീഴുന്നു. അപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുക, ദൈവമേ എന്നെ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? അനുഗ്രഹിക്കണം. ദൈവം എടാ, ഞാൻ അനുഗ്രഹം ഓൾറെഡി തന്നു, ഇനി എന്തോ ഞാൻ അനുഗ്രഹിക്കാൻ? രാമൻ പറ, ഇനി എന്തോ ഞാൻ അനുഗ്രഹിക്കാൻ? ദൈവം ഓൾറെഡി അനുഗ്രഹം തന്നില്ലേ? എഫെസ്യർ ലേഖനം നിങ്ങൾ വായിക്കുമ്പോൾ അറിയാം അല്ലേ? പത്രോസ് ലേഖനത്തിൽ വായിക്കുമ്പോൾ അനുഗ്രഹം ഇല്ലേ? അനുഗ്രഹം തന്നു. ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം ഞാൻ ദാനമായി തന്നിരിക്കും. അപ്പൊ ജീവനും ഭക്തിക്കും വേണം. എന്തോ ജീവൻ? നമുക്ക് ഇന്ന് ഭൂമിയിൽ ആവശ്യമുള്ളതെല്ലാം ദൈവം തന്നു കഴിഞ്ഞു. എന്തോ ഭക്തി? ആലയം, സഭ, ശുശ്രൂഷകൻ, പ്രാർത്ഥന എല്ലാം തന്നു കഴിഞ്ഞു. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. അബ്രഹാമിന്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ വരട്ടെ. രാമേൻ പറ. ഓ ആമേൻ, സ്തോത്രം. രാമേൻ പറ, അങ്ങനെയെങ്കിലും വരട്ടെ. ഹല്ലേലൂയ. ഇങ്ങനെ കിടന്ന് പ്രാർത്ഥിക്കുന്നത് അങ്ങനെയെങ്കിലും രാമേൻ വരട്ടെ. സ്തോത്രം. അബ്രഹാമിന്റെ അനുഗ്രഹം എന്റെ മേൽ വരണം. പക്ഷെ നമ്മൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവ് പറഞ്ഞു എന്തുവാ? ഓൾറെഡി ആ അനുഗ്രഹം നിങ്ങളുടെ മേൽ വന്നു. പിന്നെ എന്താ നമ്മുടെ കാര്യങ്ങൾ സമയത്തിന് നടക്കാത്തത്? എന്തുകൊണ്ടാ എല്ലാം ഒരു ലേറ്റാകുന്നത്? എന്താ എല്ലാം ഒരു പരാജയത്തിലെത്തുന്നത്? ഇത്രയേ ഉള്ളൂ. മോഹത്തെ നമ്മൾ ക്രിസ്തുവിൽ ക്രൂശിക്കണം.
മോഹത്തെ എന്ത് ചെയ്യണം? താഴോട്ട് വായിക്കും പറയാം. കാരണം മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല, ദൈവത്തിന്റെ ഇഷ്ടത്തിനത്രേ ജീവിക്കുന്നത്. അപ്പം അവൻ ക്രൂശിൽ മരിച്ചാൽ ആ വ്യക്തിനെ ആർക്കു വേണ്ടിയാ? തന്റെ മോഹങ്ങൾ ലോകത്തിൽ ജനം കാണിക്കുന്ന പോലെ അവരെ മോഹം അനുസരിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ലെന്ന്. അവര് പോകുന്ന പോലെ നമുക്ക് പോകാൻ പറ്റൂല. അവര് ചെയ്യുന്ന പരിപാടി നമുക്ക് ചെയ്യാൻ പറ്റൂല. അവര് കാണുന്ന കാര്യം നമുക്ക് കാണാൻ പറ്റത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ. അവരിയ്ക്കുന്നിടത്ത് നമുക്കും പോയിരുന്ന് വായോടിക്കാൻ പറ്റത്തില്ല. എന്നാ കാര്യം? ആമേൻ, സ്തോത്രം. വചനം പറഞ്ഞു അവിടെ എല്ലാം എന്താ വെളിപ്പെടുന്നത്? മനുഷ്യന്റെ മോഹം, മനുഷ്യന്റെ ഇഷ്ടം. അവിടെ പറഞ്ഞു നിന്റെ ഇഷ്ടം മരിക്കണം. പിന്നെ ആരെ ഇഷ്ടം ജീവിക്കണം? ദൈവത്തിന്റെ ഇഷ്ടം ജീവിക്കണം. അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? അവർ ജഡത്തിൽ ശേഷിച്ച കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല, ദൈവത്തിന്റെ ഇഷ്ടത്തിനത്രേ ജീവിക്കുന്നത്. അപ്പം അതുവരെ ഒരുവൻ രക്ഷിക്കപ്പെടുന്നവർ ആർക്ക് വേണ്ടിയാ ജീവിച്ചേ? രക്ഷിക്കപ്പെടുന്നത് വരെ ആർക്ക് വേണ്ടിയാ ജീവിച്ചേ? മനുഷ്യരുടെ മോഹത്തിന് ജീവിച്ചു. രക്ഷിക്കപ്പെട്ടാൽ നീ ആരുടെ മോഹത്തിന് ജീവിക്കണം? ദൈവത്തിന്റെ ഇഷ്ടത്തിന് ജീവിക്കണം. അപ്പം വിചാരിക്കും അങ്ങനെ ജീവിക്കുന്ന എത്ര പേരുണ്ടെന്ന് നമ്മൾ വേണമെങ്കിൽ ചോദ്യം ചോദിക്കും. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും വരുന്ന ചോദ്യം അതാണ്. അടുത്ത് നമ്മൾ ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എത്ര പേര് ജീവിക്കുന്നുണ്ട്? പാസ് തെറ്റുന്നില്ലേ? സ്വാഭാവികം ചോദിക്കുന്ന ചോദ്യമാണ്. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ ഇരുന്ന് ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു. എൻ്റെ കുറെ സ്വഭാവങ്ങളുണ്ടായിരുന്നു. എല്ലാം ഒന്നും മാറിയില്ല, മാറിക്കൊണ്ടിരിക്കുന്നു. ചിലപ്പം കഴിഞ്ഞ ദിവസം ദൈവദാസൻ പറഞ്ഞ പോലെ ഞാൻ പ്രസംഗിക്കുന്ന വചനം ചിലപ്പോൾ എനിക്കായിട്ടായിരിക്കും, നിങ്ങൾക്കാണെന്ന് എനിക്ക് പറയാൻ പറ്റൂല. കാരണം ആദ്യം കേൾക്കുന്ന ആരാ? ഞാൻ തന്നെ പ്രസംഗിച്ച് ഞാൻ തന്നെ കേൾക്കുന്നത്. അപ്പൊ എനിക്കായിരിക്കും ആദ്യം വിടുതൽ വരണം. രാമേം പറ. ഹല്ലേലൂയ. പിന്നെ നിങ്ങൾക്ക് വരുവുള്ളൂ. രാമേം പറ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ഞാൻ കാരണം ലുദിയ വളരെ ശ്രദ്ധയോട് കേട്ടിരുന്നു, ഹൃദയത്തെ തുറന്നു കൊടുത്തു. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പലരും ഇവിടെ ഇരുന്ന് ഉറങ്ങുന്നുണ്ട്. രാമേം പറ. കാരണം ഇതൊക്കെ അങ്ങോട്ട് കയറാൻ ഇച്ചിരി പാടാ. ഈ സാധനം അങ്ങ് കയറി നമ്മൾ രക്ഷപ്പെട്ടെന്ന്. ഏറ്റവും ഡേഞ്ചർ നമ്മളാ, പിശാചല്ല. അയ്യോ പുള്ളി പാപം. നിങ്ങളെല്ലാരും കൂടെ പുള്ളിയെ പറഞ്ഞു പറഞ്ഞ് 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 പുള്ളിക്ക് പണ്ട് പറഞ്ഞതുപോലെ പുള്ളിക്ക് വഴി നടക്കാൻ വയ്യ. പുള്ളി പാവോ? പക്ഷെ ഞാനിത് കഴിഞ്ഞ ദിവസം എനിക്ക് ദൈവം തന്ന ജ്ഞാനം അനുസരിച്ച് ഞാൻ പഠിച്ച് പ്രാർത്ഥിച്ച് വായിച്ചപ്പോൾ ദൈവം അതാ തന്നു. പക്ഷെ അപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു അഭിഷേകത്തിൽ നിന്ന് കേൾക്കാൻ പുള്ളിയും പറയുന്നു, അവിടെ ആ സഭയിൽ പറഞ്ഞ കാര്യം ഇതാണ്: അയ്യോ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാത്തത് അല്ലെങ്കിൽ നിങ്ങൾ തന്നെയാണ്. പിശാചിന് ഒരു സ്ഥാനവും ഇല്ലെന്ന്. കാരണം ക്രൂശിൽ അവൻ എന്ത് ചെയ്തു? ആയുധം ആരെ? അവൻ എന്ത് ചെയ്യാൻ പറ്റും നമ്മളെ? പിന്നെ കുഴപ്പം ആരാ? ഇപ്പോഴും ആയുധം വയ്ക്കാത്ത ആരാ? നമ്മളാ. എന്നിട്ട് നമ്മൾ ആരെ പറയും? പുള്ളിയെ പറയും. പുള്ളി പറയടാ എനിക്ക് കയ്യുമില്ല കാലുമില്ല, എല്ലാം പുള്ളി ക്രൂശിൽ ഉടച്ച്. അപ്പപ്പോഴായിട്ടൊക്കെ എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കയറി നോക്ക്. അതിന് മാത്രം എന്നെ ജീവനാക്കി ഇട്ടിട്ടുണ്ട്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷേ ഇവിടെ പറഞ്ഞ മോഹം നമ്മൾ ഇന്നും അനുഭവിക്കുന്ന ദുരിതങ്ങളുടെ എല്ലാമല്ല, ചില കാരണങ്ങൾ നമ്മുടെ മോഹമാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ദൈവം ചെയ്യാതെ വരുമ്പോൾ നമ്മൾ ദൈവത്തോടും മനുഷ്യരോടും സകലരോടും വിദ്വേഷമാണ്. കയ്പുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും ദൈവരാജ്യം അവകാശമാക്കാൻ പറ്റത്തില്ല. അത് ബൈബിളിലെ വ്യവസ്ഥയാണ്. ഹല്ലേലൂയ. ദൈവരാജ്യം അവകാശമാക്കണമെങ്കിൽ അതാണ് ഇപ്പൊ എന്റെ ഏറ്റവും വലിയ പ്രശ്നം. എന്നെ ഇപ്പൊ സംഘർഷിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം അതാണ്. എന്റെ അകത്ത് എന്റെ ടെസ്റ്റ് അതാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഈ ഇടക്കാലങ്ങൾ എനിക്ക് പരിചയമുള്ള ദിവസമെല്ലാം ഇപ്പൊ സമയപ്പോ എന്നെ ഞങ്ങൾ കൊണ്ടുകൊണ്ടാകാന്ന് പോയെങ്കിലും കഴിഞ്ഞ ദിവസം ഞാൻ ഫോണെടുത്ത് നിരത്തി എല്ലാവരെയും അങ്ങ് വിളിച്ചു. എല്ലാവരോടും സൗഹൃദം കൂട്ടി, അല്ലെങ്കിൽ എല്ലാവരോടും സ്നേഹം പറഞ്ഞു.
ഹല്ലേലൂയ. സ്തോത്രം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, വചനമാണ് നമ്മളെ ചേഞ്ച് ആക്കുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞ കാര്യം എന്തുവാ? നിങ്ങളുടെ മോഹത്താലാണ് നിങ്ങൾ പാപത്തിലാകുന്നത്. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് പാവപ്പെട്ട പിച്ചർ പറഞ്ഞു, ഞാൻ അങ്ങോട്ട് പോയപ്പോ പുള്ളി എന്നെ മോഹിപ്പിച്ച് ഞാൻ അങ്ങ് വിഴുന്നു പോയി. പുള്ളിയുടെ പരിപാടി അതാ. വേണമെങ്കിൽ നല്ല ചുരിദാർ, ഏറ്റവും കൂടിയ ചുരിദാർ നിങ്ങളുടെ മുമ്പേ കാണിച്ചു കൊടുക്കും. ഇത് കൊള്ളായിരുന്നു, കിട്ടിയിരുന്നെങ്കിൽ. ഈ ആഗ്രഹം തന്നെ എന്താണ്? നമുക്കില്ലാത്തതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തു. പക്ഷെ ദൈവം പറഞ്ഞു, ഉണ്ണുവാനും അല്ലെ ഉടുക്കുവാനും മതി. ഞാനിത് വായിച്ചപ്പോ ദൈവം എന്നോട് പറഞ്ഞു, മോഹം, നമ്മുടെ അകത്ത് വരുന്ന മോഹങ്ങൾ മുഖേന നമ്മൾ ഒത്തിരി കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നുണ്ട്. നമ്മൾ ജനിക്ക് അനുഭവിക്കുന്നുണ്ടോ? നമ്മുടെ മോഹം, നമ്മുടെ ആഗ്രഹം ഭയങ്കര വല്ലാതെ എന്ന് പറഞ്ഞ് ആമേ സ്തോത്രം. ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് നമ്മൾ ആഗ്രഹിക്കണം. രാമേൻ പറ. ദൈവത്തിന്റെ മക്കൾ ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് ആഗ്രഹിക്കണം. ആമേ സ്തോത്രം എന്ന് പറഞ്ഞ് ഞാൻ പറയുന്ന വേറൊരു വശമാണ്. മോഹം കൊണ്ട് ആമേ നമ്മുടെ ദീനങ്ങളും പ്രശ്നങ്ങളും വരുന്നതല്ലാതെ വേറെ ഒന്നും മാറത്തില്ല. ഹല്ലേലൂയ, ആമേൻ. രാമേൻ പറ. സ്തോത്രം. അപ്പം ഈ ദിവസങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കും, കർത്താവ് എൻ്റെ അകത്ത് വെളിപ്പെടുന്ന മോഹങ്ങളെ ആണോ എൻ്റെ അനുഗ്രഹം തടസ്സം എങ്കിൽ അതെന്നിൽ നിന്ന് മാറ്റണം. പറയുന്നത് വിട്ടൊഴിഞ്ഞിരിക്കുന്നു. അടുത്ത് വായിക്ക്. അവർ പോകച്ചകളിലും മൂന്ന് വായിക്ക്. കാമാർത്ഥികളിലും മോഹങ്ങളിലും വീണുകുടിയിലും വെറിക്കുത്തുകളിലും മദ്യപാനത്തിലും ധർമ്മവിരുദ്ധമായ വിഗ്രഹാരാധനയിലും നടന്ന് ജാതികളുടെ ഇഷ്ടം പ്രവർത്തിച്ചുകൊണ്ട് കാലം പോക്കിയത് മതി. അയ്യോ, ജാതികൾ ഇഷ്ടം പ്രവർത്തിച്ചത് മതി. ഇനി ആ കാലമൊക്കെ ഒന്ന് മതിയാക്കാൻ. രക്ഷിക്കപ്പെട്ടവരെല്ലാം കേൾക്കുന്നുണ്ടോ? ജാതിയുടെ കാലം മതിയെന്ന്. ജാതികൾ പറയുന്നത് പോലെ ആഘോഷിക്കാനും പ്രവർത്തിക്കുന്നതെല്ലാം മതിയാക്കാൻ. അതുപോലെ ഒന്നും നിങ്ങൾക്ക് വ്യവസ്ഥയില്ലെന്ന് ബൈബിളിൽ. ഇങ്ങനെയൊക്കെ നോക്കുന്നില്ല. അവര് പോകുമ്പോൾ നിങ്ങൾക്ക് ഈ ബൈബിള് മാറ്റണം. ബൈബിളല്ലേ പറയുന്നത്? എന്തുവാ? അവര് പറയുന്നു, ഭോഗേച്ഛകളിലും കാമവികാരങ്ങളിലും മദ്യപാനത്തിലും മതത്തിലും പിന്നെ അറപ്പുളവാക്കുന്ന വിഗ്രഹാരാധനയിലും നടന്ന് മറ്റ് ജനങ്ങളുടെ ഇഷ്ടം പ്രവർത്തിച്ചുകൊണ്ട് സമയം പാഴാക്കിയത് മതിയാക്ക്. എന്ത് ചെയ്യണം? അങ്ങ് മതിയാക്കണമെന്ന്. അവര് പറയുന്നത് പോലെ, അവര് പ്രവർത്തിക്കുന്ന പോലെ, അവര് ചെയ്യുന്നത് പോലെ എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലെന്ന്. ഹല്ലേലൂയ, സ്തോത്രം. ജാതികൾ സഭ എല്ലാം കാലിയാവും. 10 പേര് കാണും. പിന്നെ പാസ്റ്റർമാരിപ്പോ ഇതൊന്നും പറയൂല, കണ്ണടച്ച് അങ്ങ് പോവും. കാരണം എന്താണ്? അതങ്ങനെയാണ്. പക്ഷെ യേശു കർത്താവ് പറഞ്ഞെന്തുവാ? പെരുന്നാൾ നടക്കുന്നുണ്ട്, കാര്യമൊക്കെ ശരി, എന്നെ വല്ലതും പ്രാപിക്കണമെങ്കിൽ ആ പെരുന്നാൾ വിട്ടൊന്ന് മാറിയിരിക്കാൻ. പെന്തക്കോസ് എന്ന പെരുന്നാള് യെരുശലേം ദേവാലയത്തിൽ പതിപോലെ നട. ഈ പെരുന്നാൾ വെച്ചതാരാ? ദൈവം തന്നെ. ഈ സ്ഥലത്ത് നിന്ന് മാറി എവിടെ ഇരിക്കാൻ പറഞ്ഞ്? ഹല്ലേലൂയ. അവരൊന്നും മാറിയിരിക്കാനാ പറഞ്ഞേ. എങ്കിൽ ഞാൻ പറഞ്ഞ കാര്യസ്ഥനെ നിങ്ങൾക്ക് തീർച്ചയായും കിട്ടും. മാറിയിരിക്കണം, ഇരുന്നേ പറ്റൂ. ഹല്ലേലൂയ, ആമേൻ, ആമേൻ. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചപ്പോ കുറെ കാര്യങ്ങൾ ദൈവം എന്നെ ഇങ്ങനെ കാണിച്ചു. എന്നിട്ട് അന്ന് ഞാൻ അങ്ങനെ എന്റെ എവിടെയൊക്കെയോ എന്തൊക്കെ ഇങ്ങനെയൊക്കെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പൊ എവിടെ പോയി? ഞാൻ എന്നെ ഒന്ന് എല്ലാം ചെയ്തപ്പം മനസ്സിലാക്കിയത് ഇനി മാറിയിട്ടില്ല.
മാറാനുണ്ട്, മാറിക്കൊണ്ടിരിക്കുന്നു. മാറ്റാനുള്ള ടൂളും കാര്യങ്ങളും വീട്ടിനകത്ത് തന്നെ ഉണ്ട്, പുറത്തും ഉണ്ട്, സഭയ്ക്കകത്തും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. ടൂൾ ഇങ്ങനെ ചെയ്യും. ഈ പണ്ട് ഈ മറ്റേ തട്ടാന്മാർക്ക് ഇഷ്ടമില്ലെങ്കിൽ അവന്മാർ എന്ത് ചെയ്യും? എടുത്ത് ഈ സാധനത്തെ എവിടെ കൊണ്ടിടും? തീയില് കൊണ്ടിടും. നീ അവിടെ കിടന്ന് പഴുക്ക്. ഇതുപോലെ ദൈവം എന്ത് ചെയ്യും? കൊണ്ടങ്ങിടും. ടൂൾസ് എന്ന് ഒന്നാമത്തെ ടൂൾസുകളായിരിക്കും. ഇത് വെച്ച് നമ്മൾ അങ്ങ് കൈകാര്യം ചെയ്യും. അപ്പോഴേ അറിയാൻ പറ്റും എവിടെയൊക്കെ ഞാൻ ഉടഞ്ഞു, എവിടെയൊക്കെ ഉടഞ്ഞില്ല, എവിടെയൊക്കെ ഇപ്പൊ ക്ലിയർ ആണ്. അപ്പൊ ഞാനിങ്ങനെ എന്നെ ഒന്ന് എന്തൊക്കെ സ്വഭാവങ്ങൾ പോയി, ഞാൻ അറിയാതെ തന്നെ അതൊക്കെ എന്നെ പറ്റിപ്പിടിച്ചിരുന്ന സാധനങ്ങളാണ്. അതൊക്കെ എന്നെ വിട്ടുപോയി. ഇനിയുമുണ്ട്. ഹല്ലേലൂയ. ഈ പോകുന്നതല്ല, ഇത് പോകുന്നതനുസരിച്ച് എൻ്റെ അകത്ത് മാറ്റം വരുന്നതിന് ഞാൻ നോക്കി. ഹല്ലേലൂയ. അപ്പൊ അവിടെ പറഞ്ഞു അവർ ജാതി എന്തോ മോഹം. നമ്മൾ നേരത്തെ വായിച്ച മോഹങ്ങളാ. ഒന്നാമത്തെ മോഹം എന്തുവാ? പോകച്ച. രണ്ടാമത്തത് കാമവികാരം. മൂന്നാമത്തത് മദ്യപാനം. 4 പറ വെറിക്കൂത്ത്. വ്യർത്ഥമായ ഇവിടെ പറയുന്നത് വിഗ്രഹാരാധനയിലും നടന്ന് മറ്റു ജനങ്ങളുടെ ഇഷ്ടം. അപ്പൊ മറ്റു ജനങ്ങളുടെ ഇഷ്ടം എന്തുവാ? അത് വിഗ്രഹാരാധനയാണ്. Praise the Lord. മറ്റു മനുഷ്യരുടെ ഇഷ്ടം പോലെ നടന്നത് മതിയെന്ന് ഒരാമേൻ പറ. യോ, അത് പറയാത്തിരി ബുദ്ധിമുട്ടെന്തുവാ? ആമേൻ. മറ്റു മനുഷ്യരെ പോലെ ജീവിക്കുന്നത് മതിയെന്ന് എനിക്ക്. എത്രയോ അവസരമുണ്ട് നിങ്ങൾക്ക്. ഇഷ്ടംപോലെ പായസമുണ്ട്. ഇത് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. കഴിഞ്ഞ നാളിൽ ഞാനൊരു സഭ പ്രാർത്ഥിക്കുന്നത്, ഒരു വിശ്വാസിക്ക് എന്നെ ഇഷ്ടപ്പെട്ടു. പാസ്റ്റർ വരി നമുക്ക് ഊണ് കഴിക്കാന്ന് പറഞ്ഞു എന്നെ കൊണ്ട് കയറ്റിയ സ്ഥലമാണ്. ഹല്ലേലൂയ. അതൊക്കെ ഭയങ്കര വലിയ നിലയില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ്. അപ്പൊ മറ്റുള്ളവരെ പോലെ ആകരുത് എന്ന് ബൈബിൾ നമ്മളോട് പറയുമ്പോൾ നമ്മൾ ഇപ്പോഴും ആരെ പോലെ ആകുന്നേ? മറ്റുള്ളവരെ പോലെ തന്നെയാണ് ചെയ്യുന്നത്. അതിലിതെല്ലാം വരൂലേ? അല്ലേ? മറ്റുള്ളവരെ പോലെ ഇവിടെ പൊന്നം വെച്ചിരിക്കുകയാണ്. പൊന്നം വെച്ച് ഇന്ന് പ്രാർത്ഥിച്ചില്ല, അതുകൊണ്ട് ഞാനും പ്രാർത്ഥിക്കൂല. പൊന്നം വെച്ച് ഇന്ന് ആരാധിച്ചില്ല, ഞാനും ആരാധിക്കില്ല. ഇതാരെ പോലെ? മറ്റുള്ളവരെ പോലെ. അപ്പൊ മറ്റുള്ളവരെ പോലെ നിങ്ങൾ ആകരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷെ ഞാൻ ആരെയും നിർബന്ധിക്കത്തില്ല. എന്താ കാര്യം? ദൈവം അവനവന് ഇത് എന്ത് ചെയ്യണം? ബോധ്യം തുറന്നു കൊടുക്കണം. എനിക്ക് പറഞ്ഞു തരാനേ പറ്റും. ഇല്ലെങ്കിൽ ഞാനും നിങ്ങൾ എന്താവും? കലിപ്പാകും.
പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ വചനം പറയുന്നത് മറ്റുള്ളവരെ പോലെ പോയത് മതി മതി മതി, പാഴാക്കിയത് കണ്ടോ. നമ്മുടെ സമയമെല്ലാം പാഴായി പോകുന്നത്. ആ സമയം ദൈവത്തോടിരുന്ന് പ്രാർത്ഥിക്ക്, ബൈബിള് വായിക്ക്, ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുക. നിങ്ങൾ എത്ര സമയം ചെലവഴിക്കുന്നു ദൈവത്തിന്റെ മുമ്പിൽ ഇരിക്കാൻ? പ്രാർത്ഥിക്കാൻ എത്ര സമയം എടുക്കുന്നു? ബൈബിള് വായിക്കാൻ എത്ര സമയം എടുക്കുന്നു? ആ അഭിഷേക്തൻ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇന്നും നിങ്ങളുടെ സാമ്പത്തികങ്ങൾ കവർന്നു തിന്നുകൊണ്ട് പോകുന്നത് ഈ വക കാര്യങ്ങൾ നിങ്ങൾ ഇടപെടുന്നോണ്ടാ. ഇന്നും നിങ്ങൾ കടക്കാരാകുന്നത്, ഇന്നും മറ്റുള്ള മുമ്പിൽ നിങ്ങൾ ദൈവം ആഗ്രഹിക്കുന്ന അബ്രഹാമിന്റെ മേൽ കൊടുത്ത അനുഗ്രഹം നിങ്ങളുടെ മേൽ വരാത്തതിന്റെ ഏറ്റവും വലിയ കാര്യം, ഇങ്ങനെയുള്ള മനുഷ്യരുടെ മോഹങ്ങൾക്ക് നിങ്ങൾ എന്ത് ചെയ്യുന്നു? വിധേയപ്പെട്ടു കൊടുക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ പലരുടെ ജോലി നഷ്ടപ്പെട്ടു പോകുന്നത്. അതുകൊണ്ടാണ് പലരും സാമ്പത്തികങ്ങളെ ബ്ലോക്ക് ചെയ്യുന്ന ദൈവം. അതുകൊണ്ടാണ് ഇന്നും നിങ്ങൾ കടബാധ്യത മാറാത്തത്. ദൈവത്തിന്റെ കുഴപ്പമല്ല. കാരണം ബൈബിൾ പറയുന്നു, ആമേൻ സ്തോത്രം, ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു, നിങ്ങൾ പെറ്റു പെരുകി ഈ ഭൂമിയിൽ വാഴുവീൻ. ദൈവത്തിന് ഒറ്റ വാക്കേ ഉള്ളൂ. പക്ഷെ നമ്മൾ എന്തോ മറ്റുള്ള മോഹങ്ങൾക്ക് നമ്മൾ വിധേയപ്പെടുന്നതുകൊണ്ട് എന്ത് ചെയ്യുന്നു? നമ്മളിവിടെ കിടക്കും. സത്യം, ദാരിദ്ര്യത്തിന്റെ നിങ്ങളുടെ സാമ്പത്തിക കെട്ടിന്റെ ഏറ്റവും വലിയ കെട്ടതാണ്. നിങ്ങൾ ഇന്നും വിട്ടിട്ട് പിന്നെയും ജാതികളെ പോലെ നിങ്ങൾ ചെലവാക്കുന്നു. അതിനുവേണ്ടി പണം ചെലവാക്കുന്നു, നിങ്ങളുടെ ആരോഗ്യം ചെലവാക്കുന്നു, നിങ്ങളുടെ കുടുംബങ്ങൾ അതിനുവേണ്ടി സമയം വേർതിരിക്കുന്നു. അതിന് പകരം നിങ്ങൾ ദൈവത്തിന്റെ സന്നിധി വേർതിരിക്കുക, സമയം കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു കർത്താവ് ഈ ഭൂമി ജീവിച്ചപ്പോൾ വേണമെങ്കിൽ ദേവാലയത്തിൽ പോയി ദേവാലയത്തിൽ പറഞ്ഞിരിക്കുന്ന മാനദണ്ഡങ്ങൾ അനുസരിച്ച് അവിടെയുള്ള ഉത്സവങ്ങൾ അനുസരിച്ച് പുള്ളിക്ക് പോവായിരുന്നു. പുള്ളി പറഞ്ഞു, ഇതെല്ലാം വിട്ടുമാറി നിങ്ങൾ മാറിയിരുന്നാൽ ഞാൻ പറയുന്ന കാര്യസ്ഥൻ നിങ്ങളുടെ മേൽ വരും. ഹല്ലേലൂയ. വേറിട്ടിരിക്കുമ്പോഴത് വരുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന്റെ ശബ്ദം കേൾക്കണോ? വേറിട്ടിരി, ദൈവവുമായി സംസാരം, വേറിട്ടിരി. ഈ പറയുന്ന ദൈവദാസന്മാർ പറയുന്നത് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒന്ന് നോക്ക്, ചെന്നിരിക്ക്, മുട്ടുമേലിരിക്ക്, റൂമുകൾ അടയ്ക്ക്, മണിക്കൂറോളം ഇരുന്ന് പ്രാർത്ഥിക്ക്, ദൈവവുമായി ബന്ധപ്പെട്. ദൈവം ഇങ്ങനെ പറയുന്ന വല്ല സത്യം ഉണ്ടോ? നീ യഥാർത്ഥ ദൈവമാണെങ്കിൽ എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്. ഹല്ലേലൂയ. എന്നോടൊന്ന് സംസാരിക്ക്. ആമേൻ. വെറുതെ ഞാൻ പോയ കാര്യമില്ല, എനിക്ക് ദൈവത്തെ കാണണം. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തെ കാണും. നിങ്ങൾ അനുഭവിക്കുന്ന വേദനകളും പ്രയാസങ്ങളും ദുരിതങ്ങളും നിങ്ങൾക്ക് പുറത്തു വരണമെങ്കിൽ നിങ്ങൾ ജാതികളെ പോലെ ആകരുത്. ഞാൻ തമാശയല്ല പറഞ്ഞത് കേട്ടോ. നമ്മുടെ 95% നമ്മുടെ ദാരിദ്ര്യത്തിന്, നമ്മുടെ കടത്തിന്റെ പ്രശ്നം ഇതാണ്. നിങ്ങൾ പിന്നെയും അന്യ കാര്യങ്ങൾക്ക് പണം ചെലവാക്കുന്നു. ദൈവം അത് പിടിക്കും, ദൈവം അത് ബ്രേക്ക് ചെയ്യും. യോബുവിന്റെ മുമ്പ് പിശാച് ഓടി ദൈവത്തിന് മുമ്പ് ചെന്ന് ദൈവം ചോദിച്ചു, നീ എവിടെ പോരുന്നടാ എന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു, ഞാനൊന്ന് യോബിനെ ഒന്ന് എന്ത് ചെയ്തു, കണ്ണു വെച്ച് നോക്കി, കാരണം എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ എനിക്കൊന്ന് കയറാൻ. അപ്പൊ പുള്ളി പക്ക ആയതുകൊണ്ട് കയറാൻ അവസരമില്ല. നീ അങ്ങ് വേലി കെട്ടി സൂക്ഷിക്കുകയല്ലേ, അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കയറാൻ പറ്റുന്നില്ല. പക്ഷെ വേലി കെട്ടി സൂക്ഷിക്കാൻ കാരണം എന്തുവാ? മരണത്തിന്റെ വാക്കിലും പുഴു എടുത്ത് കിടക്കുമ്പോഴും പുള്ളി പറയുന്നു, എനിക്ക് ഈ ദൈവം മതിയെന്ന്. പിന്നെ ദൈവം വേലി കെട്ടി സൂക്ഷിക്കാതിരിക്കുമോ? ഹല്ലേലൂയ. നമ്മുടെ പ്രശ്നം ഒന്ന് നടന്നില്ലേ നമ്മൾ അടുത്ത സഭ മാറാൻ നിൽക്കും, ഒന്ന് നടന്നില്ലേ അടുത്ത പണി നോക്കും. ഇതാ നമ്മുടെ പരിപാടി. അവിടെ പറഞ്ഞു, ഞാൻ വേലി കെട്ടി സൂക്ഷിച്ചു. എന്തിനാ വേലി കെട്ടി സൂക്ഷിച്ചത്? ദൈവം എന്തിനാ വേലി കെട്ടി സൂക്ഷിച്ച? പറ. ഭാര്യയെ ത്യജിക്കാൻ പറഞ്ഞിട്ടും ദൈവത്തെ എന്ത് ചെയ്തില്ല? ത്യജിച്ചില്ല. ഹല്ലേലൂയ. നമ്മളാരും അങ്ങനെ പോയിട്ടില്ലല്ലോ. പോയോ? നമ്മളാരും ആ അവസ്ഥയിൽ എത്തിയിട്ടില്ല. എത്തിയെങ്കിൽ എപ്പോഴേ ദൈവത്തെ ത്യജിച്ച് നമ്മൾ പോയേനെ. സത്യം, ഞാൻ വായിച്ച ദൈവം എന്നോട് പറഞ്ഞ കാര്യം, ഞാൻ ബൈബിൾ വായിച്ച ദൈവം എന്നോട് സംസാരിച്ച കാര്യം, പല നമ്മുടെ സാമ്പത്തിക ബ്ലോക്കുകളും നിങ്ങൾക്ക് കിട്ടേണ്ട നന്മകളും അന്യജാതിക്കാർക്ക് വേണ്ടി നിങ്ങൾ ചെലവഴിക്കുന്നുണ്ട്.
എന്ന് പറഞ്ഞ് അവരെ സഹായിക്കുന്ന കാര്യത്തിലല്ല ഞാൻ ഈ പറഞ്ഞത്. അവരാഗ്രഹിക്കുന്ന ഇഷ്ടത്തിന് നമ്മളെ ഇഷ്ടപ്പെടും. നമ്മൾ അതിന് പണം ചെലവാക്കുന്നു, അതിനുവേണ്ടി കൂട്ടുനിൽക്കുന്നു, അതിനുവേണ്ടി സമയങ്ങൾ വേർതിരിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നേ? എന്താ പറയുന്നത്? പ്രവർത്തിച്ചുകൊണ്ട് സമയം പാഴാക്കിയത് മതി. ഈ വക കാര്യങ്ങൾ അവരോടൊപ്പം ചേർന്ന് നിങ്ങൾ ചെയ്യുന്നത് അപൂർവ കാര്യമെന്ന് ചിന്തിച്ച് അവർ നിങ്ങൾക്കെതിരെ ദൂഷണം പറയുന്നു. ആ വാക്ക് എനിക്ക് ഒന്നുകൂടെ വായിക്കണം, ഒന്നും മനസ്സിലാകാൻ. വായിച്ചത് ദുർനടപ്പിന്റെ അതേ കവിച്ചലിൽ നിങ്ങൾ അവരോട് ചേർന്ന് നടക്കാതിരിക്കുന്നത് അപൂർവമെന്ന് വെച്ച് അവർ ദുഷിക്കുന്നു. അപ്പൊ ഇങ്ങനെ പോവാതിരുന്നാൽ നമ്മളെ കുറിച്ച് അവര് പറയുന്നത് എന്തുവാ? ദുഷിക്കും. നമുക്കിത് കേൾക്കാതിരിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പോണത്. ദൈവം ഉമെന്ന് കളയുമെന്ന് നമ്മൾ അറിയുന്നില്ല, ദൈവം തള്ളിക്കളയുമെന്ന് നമ്മൾ അറിയുന്നില്ല. ഇനി അവരുമല്ലോ നമ്മളെ വിട്ടു പോയാലോ, സ്നേഹിക്കാതെ പോയാലോ, കെട്ടിപ്പിടിക്കാതെ പോയാലോ? പക്ഷെ ദൈവം പറയടാ, നീ അവരോട് കൂടിയാൽ എനിക്ക് നിന്നെ വിടേണ്ടി വരും, എനിക്ക് നീയുമായിട്ടുള്ള വാസം പറ്റില്ല. രാമേൻ പറ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, നമ്മുടെ ചെറിയ ആഗ്രഹങ്ങൾ പോലും ദൈവം സാധിപ്പിച്ച് തരും. അതിന് ഉദാഹരണം ഞാനിവിടെ നിൽക്കുന്നത്. എന്റെ ചെറിയ ആവശ്യങ്ങൾ പോലും ദൈവം നടത്തി തന്നു. ആമേ കയറ്റ് തുറന്ന് കാറ് കയറ്റുന്നത് ഞാൻ അന്ന് സ്വപ്നത്തിൽ കണ്ട. ഞാനും കല്യാണം കഴിക്കുമ്പോൾ അങ്ങനെയൊക്കെ കിട്ടിയെങ്കിൽ. എന്റെ അന്നത്തെ കാലത്തെ ചിന്ത കേട്ടോ. അന്ന് എനിക്കൊരു 10, 12, 13, 14 വയസ്സേ ആവുള്ളൂ. ഇങ്ങനെ കയറ്റി വന്നു. അപ്പൊ അവിടെ കുറെ പോസിറ്റീവ് കാര്യങ്ങൾ നമുക്ക് കിട്ടി. അപ്പൊ ഞാനും വിചാരിച്ചു ഇങ്ങനെ കിട്ടിയല്ലോ. വർഷങ്ങളായിട്ട് കയറ്റും കിട്ടില്ല, അങ്ങനെയുള്ള വീടും കിട്ടില്ല. പക്ഷെ ഇപ്പോൾ കർത്താവ് ചെയ്തു കണ്ടോ. നിന്റെ ചെറിയ ആഗ്രഹത്തെ പോലും ദൈവം മാനിക്കും. നിന്റെ ചെറിയ ഇഷ്ടത്തെ പോലും ദൈവം മാനിക്കും. എങ്ങനെ? നീ ജാതിയെ വിട്ട് അവിടെ മോഹങ്ങൾ അനുഷ്ഠിക്കാതെ ദൈവത്തെ മാത്രം നീ മുറുകെ പിടിക്കുക. ദൈവം നിന്റെ ചെറിയ ആഗ്രഹത്തെ പോലും അവൻ കൊണ്ടെത്തിക്കും. എന്തിനാ അബ്രഹാമിന്റെ മേൽ അനുഗ്രഹം വന്നേ? എന്തിനാ അനുഗ്രഹം വന്നേ? അബ്രഹാമിന് മനസ്സിലായി ലോത്തിന്റെ കൂടെ നടന്ന എന്റെ കാര്യം പോക്കാം. പുള്ളി എന്ത് പറഞ്ഞു? ലോത്ത് എന്റെ സഹോദരനാണ്, നമ്മളാണെ പോവും. കർത്താവ് എന്ത് പറയുന്നത്? ലോത്തിനെ വിട്ട് ഞാൻ എങ്ങനെ പോവും? ലോത്ത് എന്റെ വേണ്ടപ്പെട്ട ചേട്ടനല്ലേ, എന്റെ അനിയനല്ലേ, ഞാൻ എങ്ങനെ ത്യജിക്കും? അബ്രഹാമിന് മനസ്സിലായി, എടാ ലോത്തെ, നീ ഞാൻ ഒരുമിച്ച് പോയാ എനിക്ക് അക്കരെ എത്താൻ പറ്റൂല, നമ്മൾ തമ്മിൽ വഴക്കൂടും, അടിയാവും. ആമേ, അതെന്തിനു വേണ്ടി? ഇവര് തമ്മിലൊരു പ്രശ്നവുമില്ല. ആർക്കു വേണ്ടി? ഇടയന്മാരെ കരുതി പോലും ഇവർക്ക് സ്വസ്ഥതയില്ല. അവര് തമ്മിൽ വഴക്കൂടും, നിന്റെ എന്റെ ആത്മീകം പോകും. നീ ഒരു കാര്യം ചെയ്യപ്പി, നീ വേറെ എവിടെയെങ്കിലും എടുക്ക്, ഞാൻ എങ്ങോട്ടെങ്കിലും പോയോളാം. ചില സമയം ഞാനും ആഗ്രഹിക്കാം എങ്ങോട്ടെങ്കിലും. ഇതിന്റെ വിഷയം വീണ്ടും ദൈവവചനം എഴുതി വെച്ചിരിക്കുന്നു. ആമേ, സ്തോത്രം. അങ്ങനെ ദൈവം ശുദ്ധീകരിക്കുള്ളൂ എന്ന് പറഞ്ഞ പിന്നെ ഒന്നും മാറ്റാനും പറ്റില്ല. നിങ്ങൾ മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ലോത്തിനെ മാറ്റി. എന്താ കാരണം? ലോത്ത് വേണ്ടപ്പെട്ടവനല്ലേ? എന്താ ലോത്തിന് അബ്രഹാമിനെ ത്യജിക്കാൻ പറ്റി? പിന്നെ നിങ്ങൾക്ക് എന്തോ നിങ്ങളെ വേണ്ടപ്പെട്ടവരെ ത്യജിക്കാൻ പറ്റാത്ത? ദൈവത്തിന് വേണ്ടി. എന്താ ദൈവത്തിന് വേണ്ടി നിങ്ങൾക്ക് ഒന്നിനും ത്യജിക്കാൻ പറ്റാത്തത്? അയ്യോ, അബ്രഹാമിനെ അനുഗ്രഹിച്ച അനുഗ്രഹം എന്റെ മേൽ വരണം, അയ്യോ അത് സംഭവം ഭയങ്കര വലുതാണല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയും. എടാ, അബ്രഹാമിന്റെ മേലെ അനുഗ്രഹം വരാൻ കാരണമുണ്ട്. കാരണം എന്തുവാ? ദൈവത്തും പ്രതി ലോത്തിനെ പോലും അബ്രഹാം എന്ത് ചെയ്തു? നീ നിന്റെ വഴി നോക്ക്, ഇതെല്ലാം പോട്ട്. നമ്മുടെ ഭാഷ പറഞ്ഞ അങ്ങനെ, നമ്മുടെ ഭാഷ പറഞ്ഞ കണ്ണിച്ചോരയില്ലാത്ത കാര്യമാണ് അങ്ങനെ ചെയ്തത്. എന്തുവാ? സ്വന്തം രക്തത്തിൽ പറഞ്ഞ മോനെ ആകർന്ന് എന്ത് ചെയ്തു? പുറത്താക്കി. ആരെ വാക്ക് കേട്ട്? കാരണം എന്തുവാ? ഹലോ, കാരണം എന്തുവാ? കാരണം എന്തുവാ? കാരണം വാക്തത്വം അതല്ല.
വാക്തത്വം പ്രാപിക്കണമെങ്കിൽ ആമേൻ വാക്തത്വം ഇല്ലാത്തതെല്ലാം പുറത്തു പോകണം. എനിക്ക് സ്വതന്ത്രം. എന്റെ ചോദ്യം, അബ്രഹാമിന്റെ വീട്ടിൽ വെച്ച് അനുഗ്രഹിച്ചാൽ പോലും, അബ്രഹാമിനെ ദൈവം വിളിച്ചടാ, നീ ഇന്നുവരെ ദൈവത്തെ കണ്ടിട്ടില്ല, ഞാനാണ് ദൈവം കേട്ടോ, നിന്നെ ഞാൻ അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാ പോരെ? അങ്ങനെ പറഞ്ഞില്ല. ദൈവം എന്തു പറഞ്ഞു? എന്താ പറഞ്ഞേ? എടാ നീ ഇതൊക്കെ വിടണം. അയ്യോ, ആദ്യത്തെ ദൂത്, നമുക്ക് ആദ്യത്തെ ദൂത് അല്ല വിസ കിട്ടുന്ന കാര്യമാണെങ്കിൽ നമ്മൾ ആ കൈ അടിച്ചേനെ. പുള്ളിക്ക് ആദ്യം കിട്ടിയ ദൂത് എന്തുവാ? നീ ആദ്യം കിട്ടിയ ദൂത് ഇതാ, നിന്റെ അപ്പനെയും അമ്മയും വീട്ടിലുള്ള സകലതയും നീ എന്ത് ചെയ്യണം? വിട്ടേച്ച് ഇറങ്ങണം എന്ന് പറഞ്ഞാൽ വിട്ടേച്ച് ഇറങ്ങണം എന്ന് പറഞ്ഞാൽ നീ ചെയ്ത സമ്പ്രദായങ്ങളെല്ലാം ഉപേക്ഷിക്കണം. എന്നിട്ട് എന്റെ പുറകെ നീ എന്ത് ചെയ്യണം? അതൊത്തിരി പാടാ. ആ ജനിച്ച സ്ഥലം, ആ വീട്, ആ അയൽക്കാരൊക്കെ വിട്ട് ഇറങ്ങാന്ന് പറഞ്ഞത് എന്ത് പാടല്ലേ? അന്ന് വിട്ടോണം. എങ്കിൽ അപ്രകാരം ഓടിച്ച് ദൈവം അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും നീ വിടാതെ ദൈവം നിന്നെ അനുഗ്രഹിക്കത്തില്ല. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി നീ ചിലത് ചപ്പും ചവറന്ന് എണ്ണുമ്പോഴാണ് ദൈവം, ആരൊക്കെ നിന്നെ ചപ്പും ചവറന്ന് എണ്ണിയോ അവിടെ മുമ്പിൽ നിന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്ത് ആമേൻ നിന്റെ പാനപാത്രം നിറഞ്ഞു കവിഞ്ഞ നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെ നിന്റെ ആലയത്തിൽ നിന്റെ മേൽ പിന്തുടരും. വേറിട്ട ജീവിതം. എന്തുവാ? ദാവീദിന് വേണം യുദ്ധം ചെയ്യാൻ ആ പടച്ചട്ടയും ആ കുന്തവും ഉപയോഗിച്ചാ പോരെ? പുള്ളി പറഞ്ഞു, ഇതൊന്നും എന്നെ കൊണ്ട് ശീലമില്ല, കാരണം ഇതൊന്നും ഞാൻ പഠിച്ചിട്ടില്ല, ഇതൊന്നും ഞാൻ ഇട്ടിട്ടില്ല, ഇത് ഇടാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ കാട്ടിലായിരുന്നപ്പോൾ എൻ്റെ മേൽ പകർന്ന ഒരു അഭിഷേകമുണ്ട്, എൻ്റെ മേൽ പകർന്ന ഒരു അധികാരമുണ്ട്. അതിനാൽ ഞാൻ എനിക്ക് മുമ്പ് നിൽക്കുന്ന ഗോലിയാത്തിനെ തകർക്കും. പാഴാക്കിയത് മതി ഈ വക കാര്യങ്ങൾ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? ദുഷിക്കുമോ? ചിലപ്പോ നിങ്ങളെ ദുഷിക്കും, നിങ്ങളോട്ട് കൈയൊന്നും തരൂല, ചിലപ്പോ മിണ്ടൂല. കുഴപ്പമില്ലെന്നേ, അവൻ മിണ്ടിയിൽ എത്ര ദിവസം? പുല്ല് പിരിയുന്നത് പോലെയാണ് മനുഷ്യന്റെ കാര്യം. അവൻ മിണ്ടിയില്ലേ നമുക്കെന്തുവാ? സ്വർഗം മിണ്ടാതിരുന്ന അങ്ങോട്ട് പോകാൻ പറ്റുമോ? സ്വർഗം നമ്മളെ ഇപ്പൊ പറയാണ്, സ്വർഗം പറയാണ് നോ എൻട്രി എന്ന് ജോമോനെ കുറിച്ച് അവിടെ സീൽ ചെയ്താൽ പോകാൻ പറ്റൂല. അടുത്ത പക്കത്തോട്ട് വേഗത്തിൽ നിർത്താൻ പോ, വേഗത്തിൽ വെച്ച്. എന്തിനാ ഇത് പറയുന്നേ? ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിക്കും. അപ്പൊ രണ്ട് കൂട്ടങ്ങളെയും ന്യായം വിധിക്കും. നിങ്ങൾ കേട്ടോണം, ഞാനും കേട്ടോണം. എന്തുവാ? മരിച്ചവര് കർത്താവ് വന്നിട്ട് പോയി അങ്ങനെ ജീവിച്ചിരിക്കുന്നവരെയും വിധിക്കുന്ന ദൈവം ഉണ്ടെന്ന്. അല്ലല്ലോ, വിധിക്കുകയും ന്യായം വിധിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നവന് അവർ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അപ്പൊ നിങ്ങൾ കൂട്ടുകൂടരുന്ന് പറയുന്നതിന്റെ കാര്യം എന്താ? നിങ്ങൾ എവിടെ കണക്ക് കൊടുക്കണം? അന്ന് കണക്ക് കൊടുക്കേണ്ടി വരും. അടുത്ത വാക്ക് വായിച്ചേ. ഇതിനായിട്ടല്ലോ മരിച്ചവരോടും സുവിശേഷം അറിയിച്ചത്. പുള്ളിക്കാരന്മാരെ അവരാരും പറയോ ഞങ്ങളിതൊന്നും കേട്ടില്ല, ഞങ്ങൾ വെള്ളത്താൽ നശിച്ചു പോയവരാണ്, ഞങ്ങളിത് കണ്ടിട്ടേ ഇല്ല. യേശു അതുകൊണ്ടാണ് യേശു എവിടെ പോയത്? മരിച്ചവരോട് സുവിശേഷം പറഞ്ഞു. ഹലോ, നിങ്ങൾ ആഗ്രഹിച്ച ആള് ഞാൻ തന്നെ, എന്നെ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോവാം. അപ്പൊ ഇനി നോഗയുടെ കാലത്തുള്ളവർക്കും പറയാൻ പറ്റില്ല എന്തുവാ ഞാൻ കേട്ടിട്ടില്ലെന്ന്. നമ്മളിവിടെ എല്ലാരും യേശു കർത്താവ് തീർന്നു, പീലാത്തോസും പിശാചും എല്ലാരും യേശു തീർന്നു. പുള്ളി എന്തുവാ? അടുത്ത ഒരു സൈഡ് മറഞ്ഞപ്പോ സൂര്യൻ ഒരു സൈഡ് മറയും പോലെ, സൂര്യ ഒരു സൈഡ് മറഞ്ഞപ്പോ ഇരുട്ടായി, അടുത്ത സൈഡ് എന്തുവാണ്? ഇരുട്ടി കിടന്നവർക്ക് വെളിച്ചം കൊടുക്കാനായിട്ടാ പുള്ളി പോയത്. അവിടെ അങ്ങ് വെളിച്ചം കിട്ടി. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ അവർക്കും ബാധ്യതയാണ്. വായിച്ചു താഴെ. അവർ ജഡസംബന്ധമായി മരിച്ചവരെ പോലെ വിധിക്കപ്പെടുകയും ആത്മാവ് സംബന്ധമായി ദൈവത്തിനൊത്തവണ്ണം ജീവിക്കുകയും ചെയ്യേണ്ടതിന് തന്നെ. അപ്പൊ യേശു പോയെന്തിനാ? അവരും ജഡസംബന്ധമായി മരിച്ചു, പക്ഷേ ആത്മാവ് സംബന്ധമായി അവരെന്ത് ചെയ്യണം? ജീവിക്കണം. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ ഇന്ന് തീരുമാനം എടുക്കണം, ജഡത്തിൽ ജീവിക്കണമോ ആത്മാവിൽ ജീവിക്കണമോ? ജഡത്തിൽ ജീവിച്ച ജഡത്തിലുള്ളവരെ പോലെ ആകണം. അവര് പോകുന്ന പോലെ നമ്മൾ പോവാം, അവര് പോകുന്ന പോലെ കാര്യങ്ങൾ ചെയ്യാം.
അവര് പോകുന്ന പോലെ നമുക്ക് ഇരിക്കാം, പ്രവർത്തിക്കാം. ആരും ചോദിക്കൂല അല്ലേ? ആർക്കും ചോദിക്കാൻ അധികാരമുണ്ടോ? ഇപ്പൊ എന്റെ ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് ആർക്കും എന്നെ ചോദിക്കാം. എന്റെ ഭാര്യയ്ക്ക് പോലും അധികാരമില്ല. കാരണം എന്റെ വാശിയാ, എന്റെ ഇഷ്ടമാണ്. എന്റെ മോഹൻ പോയാൽ എനിക്ക് ചോദിക്കാൻ അധികാരമില്ല, കാരണം അത് അവന്റെ ഇഷ്ടമാണ്. അവൻ പറയും ഇത് എന്റെ തീരുമാനമാണ്, ഞാനാ, എന്റെ അധികാരമാ. എന്റെ ഭാര്യയോട് ചോദിച്ച ഭാര്യയും പറയും നിങ്ങളാരാ, എന്റെ തീരുമാനമാ അല്ലേ? നിങ്ങളാരും പറയാത്ത ആൾക്കാര്. ഞാൻ പറയും അവരെന്നോട് ചോദിച്ചാ എന്റെ തീരുമാനമാ, എന്റെ ഇഷ്ടമാ. പക്ഷെ ഇവിടെ പറയുന്നൊരു കാര്യമുണ്ട്. എന്തുവാ? ന്യായം വിധിക്കുന്ന ഒരു സമയം നിന്റെ എന്റെ മുമ്പിൽ വരും. അന്ന് ആരോട് നിനക്കൊന്നും പറയാൻ പറ്റൂല. നീ ഇല്ലെന്ന് പറഞ്ഞാൽ ഈ ഹോളും ഞാൻ നിൽക്കുന്ന സ്ഥലവും നിന്നെ സ്ക്രീനിൽ കാണിക്കും. അന്ന് സ്ക്രീനുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമക്കളെ ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുക, ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുക. ഇവിടെ ആരെയും കുറ്റം പറയാനല്ല ഞാൻ ഇവിടുന്ന് പ്രസംഗിക്കുന്നത്, എന്നെയും കൂടെ രൂപാന്തരപ്പെടുത്താൻ ദൈവം എന്നോട് പറയുന്ന കാര്യമാ നിങ്ങളെ പറയുന്നത്. സ്തോത്രം. ഞാൻ രൂപാന്തരപ്പെടുന്നതോടൊപ്പം നിങ്ങൾ രൂപാന്തരപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. പണ്ട് ഒരു ദൈവദാസൻ പറഞ്ഞ പോലെ ഞാൻ പ്രസംഗിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയല്ല, അത് എനിക്ക് വേണ്ടിയാ. പക്ഷെ ഞാൻ പ്രസംഗിക്കുമ്പോൾ എന്റെ അകത്തും നിങ്ങളുടെ അകത്തും ഒരുപോലെ മാറ്റം വരുത്തുന്ന ഒരു ദൈവമുണ്ട്. അവൻ പറയുന്നു ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാ. പക്ഷെ നിങ്ങൾക്ക് ആ വാഗ്ദത്തം പ്രാപിക്കാൻ കഴിയാതെ ഇന്നും നിങ്ങളുടെ മേൽ തടസ്സമായി നിൽക്കുന്ന ജഡ അഭിലാഷങ്ങൾ, മോഹങ്ങൾ നിങ്ങൾ നിന്ന് കത്തിയെരിയട്ടെ. ദൈവത്തോട് പ്രാർത്ഥിക്ക്. ദൈവം എനിക്ക് ജഡം വേണ്ട, എന്റെ സ്വയം വേണ്ട, എന്റെ സ്വാർത്ഥത വേണ്ട, എന്റെ ആഗ്രഹങ്ങൾ വേണ്ട. നിന്റെ ആഗ്രഹം എന്നിൽ വെളിപ്പെട്. ഹല്ലേലൂയ. ഞാൻ പറയാം, മിനിസ്ട്രിയും ഒരു മോഹമാ. ഹല്ലേലൂയ. ശുശ്രൂഷ ഒരു മോഹമാകരുത്, മിനിസ്ട്രി ഒരു മോഹമാകരുത്. രോഗസൗഖ്യം ചെയ്യുമ്പോൾ, ഭൂതങ്ങൾ വിട്ടുവിടുമ്പോൾ അത് മോഹമാകരുത്. ആമേൻ. അവർ അനേക ശുശ്രൂഷ ചെയ്ത് അനേകം രക്ഷിച്ചുകൊണ്ട് നടക്കുമ്പോൾ അവിടെ കാര്യങ്ങൾക്ക് പോലും ഇരിക്കാൻ സമയമില്ലാതെ ഓടുമ്പോൾ അവർക്കും പല നഷ്ടപ്പെടാറുണ്ട്. അവിടെ ദൈവം എന്നെ ചിന്തിപ്പിച്ചത്, ദൈവം എന്നോട് പറഞ്ഞത്, ജഡം നമ്മെ ഭരിക്കും കാലത്തോളം ദൈവത്തിൽ നിന്നൊന്നും പ്രാപിക്കാൻ പറ്റില്ല. നമ്മൾ പൊട്ടണം, നമ്മൾ പൊട്ടാൻ ഏൽപ്പിക്കണം. ദൈവം നമ്മളെ ഉടയ്ക്കാൻ ഏൽപ്പിക്കണം. ദൈവം നമ്മളെ ചവിട്ടാൻ ഏൽപ്പിക്കണം. ദൈവം നമ്മെ വാർത്തെടുക്കാൻ ഏൽപ്പിക്കണം. ദൈവത്തിന് നമ്മളെ പണിയണം. നിങ്ങളുടെ പല രോഗങ്ങൾക്ക് കാരണം, നമ്മുടെ പല അവസ്ഥകൾക്ക് കാരണം പൈശാചികവും പാപവും പാരമ്പര്യവും മാത്രമല്ല. ഇപ്പോഴും എവിടെയൊക്കെയോ ദൈവത്തിന് വഴങ്ങി കൊടുക്കാത്ത ഏതൊക്കെയോ മോഹങ്ങൾ എന്നെ നിങ്ങളെ ഭരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. എന്നെ നിങ്ങൾ ഭരിക്കുന്നുണ്ട്. അതെന്റെ മിനിസ്ട്രി ആകട്ടെ, എന്റെ ശുശ്രൂഷയാകട്ടെ, ഹോളി കവനന്റ് പ്രസ്ഥാനമാകട്ടെ, അത് എന്തുമാകട്ടെ, സ്തോത്ര, ഇതിനെല്ലാം ത്യജിക്കാൻ ഒരു മനോഭാവം ഉണ്ടാകണം. അതുകൊണ്ട് ദൈവം എന്നെ പഠിപ്പിച്ചൊരു കാര്യം, മറ്റുള്ളവരെ മാനസാന്തരപ്പെടുത്തുന്നതിനേക്കാൾ നീ പറയുന്ന വാക്ക് നിന്നെ മാനസാന്തരപ്പെടുത്തിയാൽ, നിന്നെ മാനസാന്തരപ്പെടുത്തിയാൽ നീ കേൾക്കുന്നവർ രക്ഷ പ്രാപിക്കും. നീ കേൾക്കുന്നവരും രക്ഷ പ്രാപിക്കും. നീ കേൾക്കുന്നവരും രക്ഷ പ്രാപിക്കും. ഈ പഠിപ്പിക്കുന്ന ജോമോന് വലുതായിട്ടൊന്നും മാറിയിട്ടില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, ലോകം പറയുന്നത് കേൾക്കാൻ ഞാൻ തയ്യാറല്ല, ജഡം പറയുന്നത് കേൾക്കാനല്ല. പക്ഷേ ദൈവം എന്നെ കുറിച്ച് പറയുന്നത് ഞാൻ കേൾക്കാൻ തയ്യാറ്. ഒരു വാക്കും കൂടെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാം. നിയോഗമുള്ളവന്റെ മേൽ പുതപ്പ് കൊണ്ടിട്ടു,
ആ പുതപ്പിൽ എല്ലാം ഉണ്ട്. ഏലിയാവ് പറഞ്ഞു, ഏലീശ പറഞ്ഞു, എനിക്കൊരു അവസരവും കൂടെ തരണം. ഏലിയാവ് പറഞ്ഞു, ഓക്കെ, നീ എടുത്തോ, പക്ഷേ നിന്റെ മേലിട്ട പുതപ്പ് നീ മറന്നു കളയരുത്. എന്റെ മേലും നിന്റെ മേലും ഇട്ട പുതപ്പ് നീ മറന്നു പോകരുത്. നീ രക്ഷിക്കപ്പെടും, നീ മാനസാന്തരപ്പെടും. നീ ദൈവത്തെ അറിയുന്നതിന് മുമ്പേ നിന്റെ മേലും നിന്റെ തലമുറ മേലും നിന്റെ കുടുംബത്തിന്മേലും ദൈവമിട്ടൊരു പുതപ്പുണ്ട്. ദൈവമിട്ടൊരു പുതപ്പുണ്ട്. അത് നീ മറന്നു പോകരുത്. അതിലേക്ക് മടങ്ങി വാ. അതിലേക്ക് മടങ്ങി വാ. എനിക്ക് പറയാൻ ഒന്നുമില്ല ദൈവമക്കളെ. എന്തൊക്കെ അത്ഭുതങ്ങൾ ഈ ഭൂമി നടന്നാലോ, ഞാനിവിടെ വലിയ പ്രശ്നം ചെയ്താലോ, ഞാൻ ഒരു കാര്യം പറയാ, എന്റെ മക്കളെ പോലും രക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ പ്രയത്നിക്കുന്നത് വെറും അവേ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ എത്ര വീരകൾ അടിച്ചാലും, ഞാൻ എന്തൊക്കെ വലിയ വാദങ്ങൾ പറഞ്ഞാലും, ആരോടെങ്കിലും ഞാൻ എന്തൊക്കെ പറഞ്ഞാലും, ദൈവം പറയുന്നത് നിന്നെ നീ രക്ഷിച്ചോ. ഹല്ലേലൂയ. പെട്ടകം തുറന്നിരിക്കുന്നു, വാതിലടയ്ക്കുന്ന ഒരു സമയം വരാൻ പോകുകയാ. അവൻ നിന്നെ രക്ഷിക്കാൻ വേറെ ആർക്കും കഴിയത്തില്ല. പെട്ടകത്തിന്റെ വാതിലടയ്ക്കുന്നവൻ അടയ്ക്കും. ഒരു പുതപ്പ് നമ്മുടെ മേൽ. ഏലീശയോട് ഏലിയാവ് പറഞ്ഞൊരു കാര്യമുണ്ട്, എടാ ഈ പുതപ്പ് നീ മറന്നു പോകരുത്. കാരണം എനിക്ക് എന്നെ ചിന്തിപ്പിച്ചതാ. ഏലിയാവ് അങ്ങനെ ചിന്തിച്ചോ വെളിപ്പാട് കിട്ടിയോന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ എനിക്കൊരു വെളിപ്പാട് കിട്ടി ഇവിടെ പ്രസംഗിക്കുമ്പോ. ഏലിയാവ് ഈ പുതപ്പിടുമ്പോ ഏലിയാവിന് ദൈവം വെളിപ്പാട് കൊടുത്തു, നിന്നെ എടുക്കുമ്പോ ആ പുതപ്പ് വീഴേണ്ട യവനാ. ഹല്ലേലൂയ. അത് മുൻകൂട്ടി പ്രവാചകൻ കണ്ടിട്ട് അവന്റെ മേൽ ആ പുതപ്പിട്ടിട്ട് പറയുന്നു, എന്റെ പിന്നാലെ അനുഗമിക്കുക. ഓ, എന്റെ പിന്നാലെ അനുഗമിക്കുക, എന്റെ പിന്നാലെ അനുഗമിക്കുക. എന്റെ ചോദ്യം, പല ശിഷ്യന്മാരെയും ഏലിയാവ് കൂട്ടിയിട്ടുണ്ടാവാം, പലരെയും വിളിച്ചിട്ടുണ്ടാകാം, പലരും ഏലിയാവിന്റെ സ്വഭാവം കണ്ടുകൂടെ പോയവരായിരിക്കാം, പലരും എന്തെങ്കിലും കാണാത്താൽ കണ്ടുമുട്ടിയാ. പക്ഷെ ഇതൊരു പ്രത്യേകതയാ. കാരണം വയലിൽ പൂട്ടിക്കൊണ്ട് നിന്നവൻ, വയലിൽ കാള ഉഴുന്നുകൊണ്ട് നിന്നവന്റെ മേൽ ഒരു സാധാരണ പുതപ്പല്ല വിടുന്നത്. വർഷങ്ങൾ കാലങ്ങൾ കഴിയുമ്പോൾ എന്നെ എടുക്കപ്പെടുമ്പോൾ എന്റെ മേൽ നിന്ന് വീഴുന്ന പുതപ്പിന്റെ അവകാശം നീയാ. എന്റെ പുതപ്പിന്റെ അവകാശം നീയാ. ആ പുതപ്പ് നിനക്കുള്ളതാ. ആ പുതപ്പ് നിനക്കുള്ളതാ. ഓ ജീസസ്. ആ പുതപ്പിന്റെ അവകാശം നീയാ. അതിന് നീ അപ്പനെ വിടേണ്ടി വരും. നീ കൂട്ടിക്കൊണ്ടുവന്ന ജോലി വിടേണ്ടി വരുമോ, സാഹചര്യങ്ങളെ വിടേണ്ടി വരുമോ, കൂട്ടായ്മ ബന്ധങ്ങളെ വിടേണ്ടി വരുമോ. കാരണം എന്നെ അനുഗമിക്കുന്ന ഒരു പ്രത്യേകതയാ. ഇത് കണ്ടിട്ട് ദൈവം എന്നോട് പറഞ്ഞത്, ഈ പുതപ്പ് നിന്റെ മേലിടാൻ. ഓ, ആത്മാവിൽ വിളിച്ചു പറയാ, നീ അറിഞ്ഞിട്ടല്ല, നിന്റെ കുടുംബ പാരമ്പര്യം കണ്ടിട്ടല്ല, നിന്റെ പ്രാർത്ഥന ജീവിതം കണ്ടിട്ടല്ല. ചിലവർ വന്ന് നിന്റെ മേൽ പുതപ്പിട്ടതാ. വർഷങ്ങൾക്ക് മുമ്പ് അവർ പോയാലോ, അവർ മരിച്ചാലോ, അവർക്ക് ശേഷം ചെയ്യുവാനുള്ള ചില അധികാരങ്ങൾ. ഞാൻ ആത്മാവിൽ പറയാ, ഒന്നിനോട് കോംപ്രമൈസ് ചെയ്യരുത്. ദൈവത്തിന്റെ കാര്യങ്ങളിൽ ഊർജമായിരിക്കണം. ലോകത്തോട് കോംപ്രമൈസ് ചെയ്യരുത്. ലോകത്തിന്റെ കാര്യങ്ങളോട് കോംപ്രമൈസ് ഉണ്ടാകരുത്. ദൈവത്തോട് കോംപ്രമൈസ് ഉണ്ടാകണം, ലോകത്തോട് വെറുക്കണം. ദൈവത്തോട് കോംപ്രമൈസ് ഉണ്ടാകണം, ദൈവം ലോകത്തെ വെറുക്കണം. അങ്ങനെ ഉള്ളവന്റെ മേലെ പുതപ്പ് വീഴുള്ളൂ. മറ്റെല്ലാ ശിഷ്യന്മാരോട് ചോദിക്കാത്ത ചോദ്യം ഇവനോട് നാട്ടുകാർ ചോദിച്ചു. ഏയ്, നീ അറിയാമോ എന്തുവാ കാര്യം? എന്തുവാ? നിന്റെ യജമാനെ എടുക്കാൻ പോവാ. കമാ, എന്റെ അകത്തൊരു ദൈവം തന്നൊരു കാഴ്ചപ്പാട് ഞാൻ പറയട്ടെ. യെസ്, എടുത്തോട്ടെ. പക്ഷേ ഈ പുതപ്പ് നേരത്തെ അവകാശം ഞാനാ. എന്റെ മേലാ ഈ പുതപ്പിട്ടത്. അതുകൊണ്ട് എവിടെ പോയാലും ഈ പുതപ്പിന്റെ ഉടമസ്ഥ ഞാൻ. എവിടെ പോയാലും ഈ പുതപ്പിന്റെ അവകാശം ആരാ? ഞാനാ.
രാമൻ പറ, ഈ പുതപ്പിന്റെ അവകാശി ആരാ? ഞാനാ. ഹല്ലേലൂയ. ശ്രീ സിസ്റ്ററെ, ഹല്ലേലൂയ, സ്തോത്രം അച്ഛാ. അന്ന് മറ്റുള്ള സിസ്റ്ററെ, ബാബുരാജ് ബ്രദറെ, നമ്മുടെ മേലൊക്കെ ഈ പുതപ്പ് വിടുന്നത് നമ്മുടെ വലിയ പുണ്യപ്രവൃത്തി കൊണ്ടല്ല, നമ്മൾ വിശുദ്ധനായതുകൊണ്ടല്ല, നമ്മൾ ഭയങ്കര മഹാന്മാരായതുകൊണ്ടല്ല. അവന് മുന്നമേ ഈ പുതപ്പ് എന്റെ മേൽ ഇടണമെന്ന് ദയ തോന്നി. എത്ര പേർക്ക് അറിയാൻ പറ്റും? ഇതുപോലെ എഴുന്നേറ്റ് നിന്നാട്ടെ, നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞാൻ ഇനി അധികം സമയം എടുക്കുന്നില്ല. ദൈവാത്മ പറയുന്നു, നിന്റെ മേൽ വീഴുന്ന പുതപ്പിനെ നിനക്ക് ഓർമ്മ വേണം. ഞാൻ ആത്മാവിൽ പറയാം, നീ ദൈവത്തെ അറിയാതെ നടന്ന കാലങ്ങളിൽ, ദൈവത്തെ സേവിക്കുമ്പോഴും ദൈവമില്ലെന്ന് പറഞ്ഞ് നടന്ന നാളുകളിൽ നിന്റെ മേൽ ക്രിസ്തു ഉദിക്കാത്ത സമയമുണ്ട്. അപ്പോ നിന്റെ മേൽ വന്ന സുവിശേഷം നിന്നെ ആമേൻ ഇതിലേക്ക് തിരിച്ചെങ്കിൽ അതൊരു പുതപ്പാ. ഈ പുതുപ്പ് സാധാ പുതപ്പല്ല. കേട്ടോ കേട്ടോ, അവകാശി എടുക്കാൻ പോവുക, ഈ പുതപ്പിന്റെ ഉടമസ്ഥനെ എടുക്കാൻ പോവുക. പക്ഷേ അവൻ പറഞ്ഞില്ല, എവിടെയൊക്കെ എന്റെ യജമാൻ പോവോ ഞാൻ അവിടെ ഇല്ല പോവും. കാരണം എന്താ? എനിക്ക് ആ പുതപ്പ് വേണം. ഇത് ഒരു പ്രാവശ്യം എന്റെ മേൽ ഇട്ട പുതപ്പാ. ആമേൻ. ഇത് പോരാ, ഇതിന്റെ ആത്മശക്തിയോടെ ഇരട്ടി പങ്കോടെ ഈ പുതപ്പ് എന്റെ മേൽ വീഴും.